ആഹാ, ജാസ്മിനും സുശീല ആന്റിയൊക്കെ എത്തിയല്ലോ. എന്താടാ, എന്തിനാ വിളിച്ചേ? എല്ലാരും വരട്ടെ എന്നിട്ട് പറയാം. ഓ, കയ്യില് കുറെ പാക്കറ്റുകളൊക്കെ ഉണ്ടല്ലോ. ഇതെന്താ, ഗിഫ്റ്റ് ആണോ? അതെ, ഗിഫ്റ്റാ. ഇത് തരാനാണോ വിളിച്ചത്? ആ അതെ. എന്ത് ഗിഫ്റ്റടാ ഇത്? ആ, ഇത് കുറച്ച് ഡ്രസ്സാ അമ്മേ. അച്ഛന്റെ ഷഷ്ടിപൂർത്തി ചടങ്ങിന് ഇവിടത്തെ സ്ത്രീജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ വാങ്ങിക്കൊണ്ട് വന്നതാ. എവിടെ കാണട്ടെ? ആ, എല്ലാരും വന്നിട്ട് എടുത്താ പോരെ? ആരാ ഇനി വരാനുള്ളത്? പാർവതിയും കാർക്കിയല്ലേ, അവര് വന്നോളും. നീ സാരി കാണിക്കേ. ഞങ്ങളൊന്ന് കാണട്ടെ വിശാലേ, എടുക്കടാ. ഇതമ്മയ്ക്ക്. ആഹാ, നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ളത് ഇതിലുണ്ട്. ദാ, ഇത് പല്ലവിക്ക്, ധാവണി. ആ, നിങ്ങൾ എത്തിയോ? ദാ, ഇതേ നിങ്ങൾക്കുള്ള സാരികളാ. ദാ, ദാ പാർവതി. പിന്നെ ഈ സാരി എന്താണെന്ന് മനസ്സിലായോ? അച്ഛന്റെ ഷഷ്ടിപൂർത്തിക്ക് കൊടുക്കാനായിരിക്കും. കറക്റ്റ്. പാർവതി, നീ എന്താ ആലോചിച്ച് നിൽക്കുന്നേ? ഈ സാരി നിനക്ക് ഇഷ്ടമായില്ലേ? ഇഷ്ടായി. നല്ല സാരിയല്ലേ ഇത്? നല്ല നിറവും നല്ല ഡിസൈനും. ഈ സാരി എന്നെക്കാളും കൂടുതൽ ചേരുന്നത് ദേവമ്മയ്ക്കായിരിക്കും. വിശാൽ സാർ, ഈ സാരി ദേവമ്മയ്ക്ക് ചേരുന്ന സ്ഥിതിക്ക് ഞാൻ ഈ സാരി ഉടുക്കുന്നില്ല. പിന്നെ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാനിത് ദേവമ്മയ്ക്ക് കൊടുക്കാൻ പോവാ. അത് കൊള്ളാം. മരിച്ച ആളിന് സാരി കൊടുക്കാൻ പോവാ. പാർവതി, നിനക്ക് എന്തു പറ്റി? മൈൻഡ് ഔട്ടായി പോയോ? അല്ല, നീ എങ്ങനെ ഈ സാരി ഗായത്രി ചേച്ചിക്ക് കൊടുക്കാൻ പോകുന്നേ? അല്ല, ഈ സാരി കൊടുത്താ മരിച്ചുപോയ ഗായത്രി ചേച്ചി ഈ സാരി കൊടുത്തു വരൂ? പറയുമ്പോ യുക്തിക്ക് നിരക്കുന്ന കാര്യം പറയണ്ടേ? ഞാൻ എന്റെ മനസ്സിൽ തോന്നിയത് പറഞ്ഞു. ഓ, ഞാൻ ഈ സാരി ദേവമ്മയ്ക്ക് കൊടുക്കാൻ പോവാ. ദേവമ്മ ഈ സാരി ഉടുത്ത് ഷഷ്ടിപൂർത്തിക്ക് വരും. എന്തു പറ്റി പല്ലവി? നിന്റെ ചേച്ചിക്ക് ഭ്രാന്തായോ? നടക്കാത്ത കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് ഏതോ ലോകത്ത് ജീവിക്കാതെ യാഥാർത്ഥ്യ ബോധത്തോടെ ജീവിക്കാൻ നിന്റെ ചേച്ചി നീ ഒന്ന് ഉപദേശിക്കേ. ചേച്ചി ചേച്ചി എന്തിനാ വെറുതെ ആൾക്കാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കുന്നത്? ശരി, നിങ്ങൾ ആരും ഞാൻ പറയുന്നത് വിശ്വസിക്കണ്ട. അതുപോലെ തന്നെ നിങ്ങൾ ഒന്നടങ്കം കളിയാക്കിയെന്ന് കരുതി എന്റെ വിശ്വാസം നശിക്കാനും പോകുന്നില്ല. ദേവമ്മ ഈ സാരി ഉടുത്ത് വരുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അത് നടന്നിരിക്കും. വിശാൽ സാറിനും വേണമെങ്കിൽ ഞാൻ പറഞ്ഞത് വിശ്വസിക്കാതിരിക്കാം. എനിക്ക് പാർവതി പറഞ്ഞാലേ പൂർണ്ണ വിശ്വാസം. ഇതിന്റെ പേരിൽ ഞാനൊരു തർക്കത്തിനില്ല. കണ്ണിൽ കണ്ടാലേ എന്നെ പോലുള്ളവര് വിശ്വസിക്കൂ. ഗായത്രി ചേച്ചി ഷഷ്ടിപൂർത്തിക്ക് വരുമെന്നല്ലേ പറയുന്നേ? വരട്ടെ. അന്ന് ഈ സാരി ഉടുത്ത് തന്നെ വരട്ടെ.
അത് കണ്ടാ ഞാൻ വിശ്വസിക്കാം. പല്ലവി, വിപിൻ സാറോ? എന്താടോ എന്തൊക്കെയാ പേപ്പറിൽ കുത്തി കുറിക്കുന്നത്? കളം വരച്ച് കളിക്കാണോ? അയ്യോ, ഇത് കളം വരച്ച് കളിക്കുന്നൊന്നും അല്ല. ഞാനേ ഗ്രഹനില തയ്യാറാക്കുക. ജാതകം. ജാതകോ? അതെ, ജാതകം. തനിക്ക് ജാതകം എഴുതാനൊക്കെ അറിയാമോ? പിന്നെന്താ, അറിയാലോ. ചുമ്മാ. ഏയ് അല്ല, സത്യമായിട്ട് എനിക്ക് ജാതകം തയ്യാറാക്കാൻ അറിയാം. അത് കൊള്ളാലോ. അപ്പോ ജാതകം എഴുതിയും തനിക്ക് ജീവിക്കാം. തീർച്ചയായും. ഇതെങ്ങനെയാ പഠിച്ചെടുത്തത്? മുത്തശ്ശനാ എന്നെ ജാതകം എഴുതാൻ പഠിപ്പിച്ചത്. എനിക്ക് മാത്രമല്ല, ചേച്ചിക്കും ജാതകം എഴുതാൻ അറിയാം. അത് ശരി. നാട്ടില് മിക്കവർക്കും ജാതകം എഴുതി കൊടുക്കുന്നത് മുത്തശ്ശനാ. ക്ഷേത്ര പൂജയും ജാതകം എഴുത്തും ഒക്കെയായി മുത്തശ്ശൻ മിക്കപ്പോഴും തിരക്കിലായിരിക്കും. അതുകൊണ്ട് എഴുതി കൊടുക്കേണ്ട എല്ലാ ജാതകങ്ങളും മുത്തശ്ശന് മാത്രമായി എഴുതാൻ സാധിക്കില്ല. അന്നേരെ ജാതകം എഴുതി കൊടുത്ത് മുത്തശ്ശനെ സഹായിക്കേണ്ട ജോലിയെ എന്റേതാ. ഞാൻ ഒത്തിരി ജാതകങ്ങൾ എഴുതാൻ മുത്തശ്ശനെ സഹായിച്ചിട്ടുണ്ട്. അപ്പോ പല്ലവി ഞാൻ കരുതുന്ന പോലെ ഒരാളല്ല. സാർ എന്താ എന്നെ കുറിച്ച് കരുതിയത്? ഞാൻ എന്താ മന്ദബുദ്ധിയാണെന്നാണോ? അങ്ങനെ ഒരു ചിന്ത ഇല്ലാതില്ല. വിപിൻ സാറേ, അതെ, ഇത് ആരുടെ ജാതകം എഴുതുന്നത്? സ്വന്തം ജാതകമാണോ? ആണെങ്കി ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അല്ല, ഈ ജാതകം ഇപ്പൊ എന്തിനാ തയ്യാറാക്കുന്ന? കല്യാണ ആലോചന വല്ലതും നടക്കുന്നുണ്ടോ? ഇത് ഏത് ചെക്കന്റെ വീട്ടിലേക്ക് കൊടുത്തേക്കാനാ? എന്റെ ജാതകം ഞാൻ ഈ മുന്നിൽ നിൽക്കുന്ന ചുള്ളൻ ചെക്കനല്ലേ അയച്ചു കൊടുക്കൂ. ഞാൻ മരുമകളാകാൻ പോകുന്നത് ഈ കോടീശ്വരന്റെ വീട്ടിലേക്കല്ലേ. അതെ, എന്തേ ആലോചിക്കുന്ന? വിപിൻ സാറേ, ഇത് എന്റെ ജാതകമൊന്നും അല്ല, പിന്നെ ഇത് ആരുടെയാ? ചേച്ചിയുടെതാ. ചേച്ചിയുടെ ജാതകം ഇപ്പൊ എന്തിനാ എഴുതുന്ന? സാറിന്റെ അമ്മ പറഞ്ഞിട്ടാ. ചേച്ചിയുടെ ജാതകം സാറിന്റെ അമ്മയ്ക്ക് വേണോന്ന് പറഞ്ഞു. അമ്മയ്ക്ക് എന്തിനാ പാർവതിയുടെ ജാതകം? അതെനിക്കറിയില്ല. ജാതകം വേണോന്ന് പറഞ്ഞു, ഞാനത് എഴുതുന്നു, അത്രേ ഉള്ളൂ. പാർവതിയുടെ ജാതകം അമ്മ ചോദിക്കണമെങ്കിൽ എന്തോ ദുരുദ്ദേശം ഉണ്ടല്ലോ. ഇതിപ്പോ എഴുതി കഴിഞ്ഞോ? ആ, കഴിഞ്ഞു. എന്നാലേ ഇത് ഞാൻ തന്നെ അമ്മയ്ക്ക് കൊടുത്തോളാം. അത് വേണ്ട, ഇത് ഞാൻ തന്നെ കൊടുത്തേക്കാം. ഇങ്ങ് തന്നെ. ഇതിപ്പോ ഞാൻ കൊടുത്താലെന്താ? വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ കൊടുത്തോളാം. വേണ്ട, ഞാൻ കൊടുത്തോളാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ആ പെണ്ണ് ജാതകം എഴുതിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞിട്ട് നേരം കുറെ ആയല്ലോ. അവളെ ഇനിയും കാണുന്നില്ലല്ലോ. ഗ്രഹനില എഴുതി തരാമെന്ന് പറഞ്ഞത് ഉള്ളതാണോ അതോ ഇനി എന്നെ പറ്റിക്കാൻ പറഞ്ഞതാണോ? ഏയ്, അവളെന്നെ പറ്റിക്കൊന്നുമില്ല. അവൾക്ക് എന്നോട് ആവശ്യത്തിൽ കവിഞ്ഞ സ്നേഹവും പേടിയും ഉണ്ട്. അതുകൊണ്ട് അവൾ ഏറ്റെടുത്ത കാര്യം അവൾ കൃത്യമായിട്ട് തന്നെ ചെയ്യും. അമ്മേ, എന്താടാ, എന്താ നിനക്ക് വേണ്ടത്? അമ്മയ്ക്ക് ഇപ്പോഴും പാർവതിയോടുള്ള വിരോധം മാറിയിട്ടില്ലല്ലേ? നീ എന്താടാ ഇങ്ങനെ പറയുന്നേ? നിനക്ക് വല്ല വെളിപാടും ഉണ്ടായോ? എടാ, ഞാൻ എന്തിനാ അവളോട് വിരോധം കാണിക്കുന്നേ? ദേ എടാ ചക്ക,
വെറുതെ ആവശ്യമില്ലാത്ത വർത്താനവും പറഞ്ഞ് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, ഞാൻ നല്ല പെട വെച്ച് തരും. അമ്മയ്ക്ക് ഇത്ര പെട്ടെന്ന് മാറ്റമുണ്ടായോ? എനിക്കതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിനക്കിപ്പോ എന്താ വേണ്ടത്? അമ്മയ്ക്കിപ്പോ എന്തിനാ പാർവതിയുടെ ഗ്രഹനിലയും ജാതകവും? ഓഹോ, അപ്പോ ആ പല്ലവി എല്ലാം നിന്നോട് പറഞ്ഞോ? അവളായിട്ട് ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അവൾ അവിടെ ഇരുന്ന് ഈ ഗ്രഹനില എഴുതുന്നത് ഞാൻ കണ്ടു. ചോദിച്ചപ്പോഴാ പറഞ്ഞത് ഇത് പാർവതിയുടെ ഗ്രഹനിലയാണെന്ന്. അമ്മ ചോദിച്ചോണ്ടാണ് ഇത് എഴുതുന്നതെന്ന്. അതെ, പാർവതിയുടെ ഗ്രഹനില ഞാൻ ചോദിച്ചിരുന്നു. അമ്മയ്ക്ക് എന്തിനാ പാർവതിയുടെ ഗ്രഹനില അത് പറ. പാർവതിക്കെതിരെ വല്ല കൂടോത്രം ചെയ്യാനാണോ പ്ലാൻ? ഒന്നങ്ങ് വെച്ച് തരും കേട്ടോ. എടാ, നീ എന്നെ കുറിച്ച് ഇങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നത്? എന്റെ അമ്മ എനിക്ക് നന്നായിട്ട് അറിയാം. എടാ, നീ ഇളയ കുട്ടി ആയതുകൊണ്ട് നിന്നെ ആവശ്യത്തിലധികം കൊഞ്ചിച്ചും ലാളിച്ചും വളർത്തി. അതാ ഇപ്പൊ കുഴപ്പമായത്. അതുകൊണ്ടാ നീ നിന്റെ അമ്മയെ ശരിക്കും മനസ്സിലാക്കാത്തത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അമ്മ കാര്യം പറയും. എന്തിനാ ഈ ഗ്രഹനില? എടാ, നീ കരുതും പോലെ കൂടോത്രത്തിനും ദുർമന്ത്രവാദത്തിനും ഒന്നും അല്ല ഞാൻ ആ ഗ്രഹനില അവളോട് ചോദിച്ചത്. പാർവതിയുടെ ഗ്രഹനില വെച്ച് ഞാനൊരു പൂജ ചെയ്യാൻ പോവാ. എടാ, പാർവതിയുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള പൂജ. ആ പൂജ ചെയ്ത പാർവതിയുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും, ഉയർച്ച ഉണ്ടാവും. എടാ മോനെ, നീ ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്ക്. ആ ഗ്രഹനില ഇങ്ങതാ. ശരി, അമ്മ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അമ്മ എന്ത് ചെയ്താലും അത് ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എടാ മോനെ, ഞാൻ ഈ കുടുംബത്തെ മറന്നൊന്നും ചെയ്യില്ല. ആ അല്ലടാ, നീ എപ്പോഴും എന്തിനാ ആ പല്ലവിയുടെ അടുത്ത് ചുറ്റിക്കറങ്ങി നിൽക്കുന്നത്? നീയായിട്ട് അവളെ വിട്ടുമാറാത്തതാണോ അതോ അവള് നിന്നെ വിട്ടുമാറാത്തതാണോ? എടാ, ഇപ്പൊ തന്നെ അവൾ എന്തിനാ ഈ ഗ്രഹനില നിന്റെ കയ്യിൽ തന്നു വിട്ടത്? ഇത് അവള് തന്നല്ലമ്മേ, ഞാൻ അവളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് വന്നത്. ഈ ഗ്രഹനില വെച്ച് അമ്മ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് അറിയണമായിരുന്നു. ശരി, അവളും നീയും തമ്മില് എന്താ ഒരു ചുറ്റിക്കളി? ഒന്നുമില്ലമ്മേ, അവള് പ്രായത്തിൻ്റെതായ പക്വതയില്ലാത്ത പെണ്ണല്ലേ. അവള് അല്ല, അമ്മയ്ക്കത് തോന്നിയിട്ടില്ലേ? അതുകൊണ്ട് അവൾ എന്തെങ്കിലുമൊക്കെ കാര്യമില്ലാത്ത കാര്യം പറഞ്ഞ് കിന്നരിക്കാൻ വരും, ഇല്ലെങ്കിൽ വഴക്കിടാൻ വരും. അത്രേ ഉള്ളൂ. അതിനപ്പുറം ഒന്നുമില്ലമ്മേ. ശരി. ഇവളെന്തായി വായിക്കുന്നത്? ഇത് പ്രേതങ്ങളെ കുറിച്ചുള്ള പുസ്തകമാണല്ലോ. ഇവളെന്തിനാ ഈ രാത്രി നേരത്തെ ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നത്? ജാസ്മിൻ, ഇത് സുശീലയാ. ഇത് സുശീല ആന്റി ആയിരുന്നു. ഞാനങ്ങ് പേടിച്ചു പോയി. എങ്ങനെ പേടിക്കാതിരിക്കും? ഇതുപോലെ പ്രേതത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും വായിച്ചുകൊണ്ടിരുന്ന പേടി തോന്നില്ലേ? ശരിയാ, ഞാൻ ഈ ബുക്കേ സ്വയം മറന്നങ്ങ് വായിക്കായിരുന്നു. അയ്യോ ഡീ, നീ ഇപ്പൊ എന്തിനാ ഇതൊക്കെ വായിക്കുന്നേ? അതിനൊരു കാരണമുണ്ട്. എന്ത് കാരണം? അങ്ങനെ പാർവതി മാത്രം ആത്മാക്കളോട് സംസാരിച്ച പോരല്ലോ, എനിക്കും ആത്മാവിനോട് സംസാരിക്കണം. മനസ്സിലായില്ല, എന്താ ഉദ്ദേശം?
പാർവതി ഇടയ്ക്കിടയ്ക്ക് ഗായത്രി അമ്മയെ കാണാറുണ്ടെന്നും അവരോട് സംസാരിക്കാറുണ്ടെന്നും ഒക്കെ പറയാറില്ലേ? ഉവ്വ, പറയാറുണ്ട്. ഉം. വിശാലിന് അവളോട് ഒരു പ്രത്യേക സ്നേഹം തോന്നാനുള്ള കാരണം എന്താ? എന്താ? അവൾക്ക് വിശാലിന്റെ അമ്മയെ കാണാൻ സാധിക്കുന്നത് കൊണ്ടും അവരോട് അവൾക്ക് സംസാരിക്കാൻ കഴിയുന്നത് കൊണ്ടുമാണ് വിശാലിന് പാർവതിയോട് ഒരു പ്രത്യേക സ്നേഹമുള്ളത്. എനിക്കതുപോലെ ഗായത്രിയമ്മയെ കാണാനും സംസാരിക്കാനും കഴിയുമെങ്കിലേ വിശാലിന് പാർവതിയോടുള്ളതുപോലെ ഒരു പ്രത്യേക സ്നേഹം എന്നോടും തോന്നും. ഓഹോ, അപ്പൊ വിശാലിന്റെ മനസ്സിൽ കയറി കൂടാൻ വേണ്ടിയാ ഈ പുസ്തകമൊക്കെ വായിക്കുന്നത്? ആ, അതും കൊള്ളാം. എന്താണ്ടി, ഇത് നല്ല ഐഡിയ അല്ലേ? ഐഡിയൊക്കെ കൊള്ളാം. ഇപ്പൊ തന്നെ നീ പേടിച്ച് വിറച്ചായിരിക്കുന്നത്. ഇനിയും ഇത് വായിച്ചിട്ട് രാത്രി കിടന്നുറങ്ങാൻ പറ്റാതെ പേടിച്ച് വിറച്ച് എന്റെ അടുത്ത് വന്ന് എന്റെ ഓർക്കം കൂടി കളയരുത്. എന്റെ സുശീലാൻഡി, വിചാരിച്ച കാര്യം നേടിയെടുക്കാൻ വേണ്ടി ഈ ജാസ്മിൻ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും. അത് നിങ്ങൾക്കറിയില്ല. വിശാൽ സർ, കേറി വാ. ദാ, ഇരിക്കെ. പാർവതി, താൻ ഓഫീസിലും ഫാക്ടറിയിലും എന്തൊക്കെ ഭരണപരിഷ്കാരങ്ങളാണ് നടത്തുന്നത്? എന്താ സർ, എന്തു പറ്റി? ഒരു ചെയർപേഴ്സൺ എന്ന നിലയിൽ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചില ഉത്തരവുകൾ ഇറക്കാനുള്ള അധികാരം തനിക്കുണ്ട്. താൻ ആ അധികാരം കൃത്യമായി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ എന്ത് ചെയ്തു എന്ന് സാർ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. താൻ ഓഫീസിലും ഫാക്ടറിയിലും എന്ത് പുതിയ ഉത്തരവാണ് ഇറക്കിയത്? എന്താ സർ, എന്താ വിഷയം? നമ്മുടെ കമ്പനിയിലെ സ്ത്രീകൾക്ക് ചില പ്രത്യേക ആനുകൂല്യങ്ങൾ താൻ കൊടുത്തു എന്ന് കേട്ടു. അതെ, ഞാൻ നമ്മുടെ സ്ത്രീ തൊഴിലാളികൾക്ക് ചില ഇളവുകൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാത്? സാധാരണ നമ്മൾ അനുവദിച്ചിട്ടുള്ള അവധികൾക്ക് പകരം മാസത്തിൽ 3 ദിവസം അവധി കൂടി ഞാൻ നൽകിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് മാസാമാസം ഉണ്ടാവുന്ന ശാരീരിക വിഷമതകൾ മനസ്സിലാക്കിയിട്ടാ ആ അവധി ദിവസങ്ങൾ ഞാൻ നൽകിയത്. ആ ദിവസങ്ങളിൽ അവർക്ക് ആ അവധിയെടുക്കാം. ഈ അവധി ദിവസങ്ങൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആവശ്യകതയുള്ളതായിട്ടാ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് മാത്രമാണോ അനുവദിച്ചത്? അല്ല, സ്ത്രീകളുടെ ജോലി സമയത്തിനും മാറ്റം വരുത്തിയിട്ടുണ്ട്. സ്ത്രീകൾ രാവിലെ 10 മണിക്ക് ജോലിക്ക് ഹാജരായാൽ മതിയാവും. പുലർച്ചെ എഴുന്നേറ്റ് ഭർത്താവിനും മക്കൾക്കും ആഹാരം പാകം ചെയ്തു കൊടുത്ത് അവരെ ജോലി സ്ഥലത്തേക്കും സ്കൂളിലേക്കും കോളേജിലേക്കും മറ്റും പറഞ്ഞു വിട്ടിട്ടാ മിക്ക സ്ത്രീകളും നമ്മുടെ കമ്പനിയിലേക്ക് ജോലിക്ക് വരുന്നത്. രാവിലെ 10 മണിക്ക് മുമ്പേ ജോലിക്ക് എത്താൻ പറഞ്ഞാൽ ആ സ്ത്രീകൾക്ക് അത് ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെ വൈകുന്നേരം നേരത്തെ അവർക്ക് വീട്ടിൽ തിരിച്ചെത്താനുള്ള സൗകര്യവും ഞാൻ അനുവദിച്ചിട്ടുണ്ട്. കുട്ടികള് പഠിത്തം കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ അമ്മമാര് അവർക്ക് വേണ്ട ആഹാരം വെച്ച് വിളമ്പി കാത്തിരിക്കണ്ടേ. ഇത്തരം സൗകര്യങ്ങൾ അനുവദിച്ചു കൊടുത്താൽ സ്ത്രീകൾ ഉള്ള സമയം കൃത്യമായും ഉത്സാഹത്തോടെയും നമ്മുടെ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യും. നന്നായി. നല്ല തീരുമാനമാണ് പാർവതി നടപ്പിലാക്കിയത്. പാർവതിയുടെ തീരുമാനത്തെ വളരെ ആഹ്ലാദത്തോടെ നമ്മുടെ സ്ത്രീ തൊഴിലാളികൾ സ്വാഗതം ചെയ്തിരിക്കുന്നത്. അവരിൽ പലരും എന്നെ വിളിച്ച് അവരുടെ സന്തോഷം നേരിട്ട് അറിയിക്കുകയും ചെയ്തു. സാർ എന്നെ ചോദ്യം ചെയ്തപ്പോ സാറിനോട് ചോദിക്കാതെ ഞാൻ നടപ്പിലാക്കിയ ഉത്തരവ്
അബദ്ധമായി പോയോന്ന് എനിക്ക് തോന്നി. അതൊക്കെ എന്റെ അഭിനയമായിരുന്നില്ലേ? ആ, അഭിനയം ഗംഭീരായിരിക്കുന്നു. പിന്നെ ഇത്തരം കാര്യങ്ങൾ തന്റെ ചുമതലയിൽപ്പെട്ടതാ. അതിന് താൻ എന്റെ അനുവാദം ചോദിക്കണമെന്നില്ല. ഏതായാലും സ്ത്രീ തൊഴിലാളികൾ ഹാപ്പിയാണെന്നറിഞ്ഞതിൽ ഞാനും ഹാപ്പിയാ. നമ്മുടെ സ്ത്രീ തൊഴിലാളികൾ അവർക്ക് വേണ്ട ഇത്തരം ആവശ്യങ്ങൾ പുറത്തു പറയാതെ അവരുടെ മനസ്സിൽ തന്നെ അടക്കി വെച്ചിരിക്കുകയായിരുന്നു. ഞാനൊരു പെണ്ണല്ലേ, അതുകൊണ്ട് അവര് പറയാതെ തന്നെ അവരുടെ ആവശ്യങ്ങൾ ഞാൻ തിരിച്ചറിഞ്ഞു. നമ്മുടെ കമ്പനിയിൽ പാർവതി നടത്തിയ ഈ മാറ്റം മറ്റ് കമ്പനികളിലും ഇനി ചർച്ചയാവും. പാർവതിയുടെ ഈ പരിഷ്കാരത്തെ അവര് മാതൃകയാക്കി എടുക്കും. അത് ഉടനെ തന്നെ നമുക്ക് കാണാം. ഉഹും. എന്താ എന്താ ഞാൻ കണ്ടത്? ഷഷ്ടിപൂർത്തി ആഘോഷത്തിൽ ആർക്കോ ആപത്ത് വരാൻ പോവാണല്ലോ. അത് ആർക്കാ അപകടം സംഭവിക്കുന്നത്? പാർവതി, എന്താ എന്തു പറ്റി?